നമസ്കാരം. ലെറ്റ് ഗോ ഓഫ് യെസ്റ്റർഡേ. ടുഡേ ഈസ് എ ന്യൂ ബിഗിനിങ്. ഇന്നലെയെ മറക്കൂ. ഇന്നത്തെ ദിവസം പുതിയൊരു തുടക്കമാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്നലെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഇന്നലെ നടന്ന സംഭവങ്ങളെ ഓർത്ത് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കും. അത് ഓർമ്മയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ, ആ ഓർമ്മകളിലൂടെ പോകുമ്പോൾ ഇന്നലെ നടന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഇന്നലെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവയെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? ഇന്നലകളിലെ നല്ലതിനെ മനസ്സിൽ നിന്ന് കളയരുത്. ഇന്നലകളിലെ മോശപ്പെട്ടതിനെ മനസ്സിൽ നിന്ന് കളയുക. അത് സ്വീകരിക്കേണ്ടത് നിങ്ങളാണ്. ഇന്നലകളിൽ നിങ്ങൾക്ക് ലഭിച്ച പരിഗണന, ഇന്നലകളിൽ നിങ്ങൾക്ക് ലഭിച്ച സ്നേഹം, ഇന്നലകളിൽ നിങ്ങൾക്ക് ലഭിച്ച അംഗീകാരം, ഇവയൊക്കെ കളണം എന്നല്ല ഞാൻ പറയുന്നത്. ഇന്നലകളിൽ നിങ്ങൾക്കുണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ, നിങ്ങളെ വിഷമിപ്പിച്ചവർ, നിങ്ങളെ വേദനിപ്പിച്ചവർ, അവയെ മറക്കുക. ഒരു പുതിയ ഇന്നിൻ്റെ തുടക്കമാവട്ടെ നിങ്ങളുടെ ജീവിതം. ഓരോ ദിവസവും ഇന്നലകളിൽ സംഭവിച്ച നമ്മുടെ പിഴവുകൾ, അല്ലെ നമ്മൾ ചെയ്തതിൽ വിജയിക്കാത്ത കാര്യങ്ങൾ, അവയോർത്ത് ദുഃഖിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കൊരു സമാധാനവും കിട്ടില്ല. നമുക്ക് ഇന്നത്തെ ദിവസത്തെ സ്വീകരിക്കുവാൻ കഴിയില്ല. ഇന്നലകളുടെ ആ വിഷമത്തിൽ നാം പോകും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ഇന്നലകളിൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇന്നായിരിക്കും നല്ല കൂടുതൽ ആത്മവിശ്വാസത്തോടും കുറെ കൂടെ നന്നായും ചെയ്യുവാൻ കഴിയുന്നത്. പക്ഷെ നാം എന്ത് ചെയ്യും? നാം ആ പഴയ ഇന്നലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആവരുത്. നമ്മുടെ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കുക. ഇന്നലകളിലെ വിഷമിപ്പിക്കുന്നതെല്ലാം മാറ്റിവെക്കുക. നല്ലത് മാത്രം ഇന്നലകളിലെ സ്വീകരിക്കുക. സന്തോഷിപ്പിക്കുന്ന ദിവസങ്ങൾ, അല്ലെ സന്തോഷം നൽകിയ മുഹൂർത്തങ്ങളുണ്ടെങ്കിൽ, അല്ലെ സന്തോഷം നൽകിയ നിമിഷങ്ങളുണ്ടെങ്കിൽ അവ മനസ്സിൽ കൊണ്ട് നടക്കുക. അല്ലാതെ നിങ്ങളെ വേദനിപ്പിച്ച, അല്ലെ നിങ്ങളെ വിഷമിപ്പിച്ച ആ നിമിഷങ്ങൾ ഒരിക്കലും മനസ്സിലേക്ക് കൊണ്ടുപോകരുത്. നിങ്ങളുടെ കഴിവില്ലായ്മ, ഇന്നലകളിൽ സംഭവിച്ച ആ കഴിവില്ലായ്മ ഒരിക്കലും മനസ്സിൽ കൊണ്ടുവരരുത്. ഇന്നത്തെ ദിവസം ഇന്നലകളെ മറന്നൊരു പുതിയ തുടക്കമാകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.